نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയും അടുത്തയാഴ്ചയുമായി പരിശുദ്ധമായ ജുമഅയുടെയും വെള്ളിയാഴ്ചയുടെയും ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പം മുതലേ വെള്ളിയാഴ്ച എന്നതും ജുമഅ എന്നതുമൊക്കെ ദീനിയായ ഒരു വൈകാരികമായ ഒരു അനുഭവമാണ് നമ്മൾക്കെല്ലാവർക്കും. പരമാവധി മഹല്ലുകളിൽ ജുമഅക്ക് പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. കഴിവിന്റെ പരമാവധി യാത്രകൾ വെള്ളിയാഴ്ച ഒഴിവാക്കാൻ നമ്മൾ പറ്റുമെങ്കിൽ ശ്രമിക്കും. അഥവാ യാത്രയുണ്ടെങ്കിൽ തന്നെ യാത്രക്കാരന് ജുമഅ ഇളവുണ്ട് എങ്കിൽ പോലും നമ്മൾ ജുമഅയിൽ പങ്കെടുക്കാൻ യാത്രയിലും ശ്രദ്ധിക്കും. കുടുംബസമേതമാണ് യാത്രയെങ്കിൽ നമ്മൾക്കിഷ്ടപ്പെട്ട ഖുതുബ ലഭിക്കുന്ന ഒരു പള്ളിയിലേക്ക് കുടുംബസമേതം നമ്മൾ പ്രവേശിക്കും. നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു കലാലയത്തിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അവർക്ക് ജുമഅക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കലാലയമാകാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ചയും ജുമഅയുമായി ഉസ്താദുമാരിലൂടെ മാതാപിതാക്കളിലൂടെ നമ്മൾക്ക് കൈമാറി കിട്ടിയ ദീനിയായൊരു ആവേശവും താല്പര്യവുമാണ്. ആ ആവേശവും താല്പര്യവും എങ്ങനെയാണ് രക്ഷിതാക്കളും അധ്യാപകരും ഉസ്താദുമാരൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയത്? ഈ ദിനങ്ങളുടെ പവിത്രതയും ശ്രേഷ്ഠതയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തന്ന ഏതാനും ചില വാചകങ്ങളുണ്ട്. പ്രവാചകന്റെ വാക്ക്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമഅ ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമഅ. ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ അള്ളാഹു ഏറ്റവും സവിശേഷമായി പവിത്രമാക്കി വെച്ച ദിവസമാണ് വെള്ളിയാഴ്ച. അഥവാ ഈ ദിവസം തിങ്കളാഴ്ചക്കോ ചൊവ്വാഴ്ചക്കോ ബുധനാഴ്ചക്കോ ഇല്ലാത്ത സവിശേഷതയും ആദരവും ബഹുമാനവുമുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ ഈ പള്ളിയിൽ കൂടിയ ഈ ദിവസം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾ ഇത് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനില് ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ദിവസത്തിന്റെ പേരേ അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ ദിവസം. 7 ദിവസങ്ങളിൽ പ്രത്യക്ഷമായി നന്മകളുമായി ബന്ധപ്പെടുത്തി ഒരേ ഒരു ദിവസത്തിന്റെ പേരേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ.
അത് വെള്ളിയാഴ്ചയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. അല്ലാഹുവിന്റെ വാക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഇതാ വിശ്വാസികളെ ഫറളായിട്ടും സുന്നത്തുകളായിട്ടും ഫളായിലുകളായിട്ടും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സൽക്കർമ്മങ്ങളുമായിട്ട് ഒരുപാട് മണിക്കൂറുകളും മിനിറ്റുകളും ഈ ദിവസത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്അഉ ഇലാ ദിക്രില്ലാ, ആ നന്മകളിലേക്ക്, ഇബാദത്തിലേക്ക്, ഖുതുബയിലേക്ക്, നമസ്കാരത്തിലേക്ക്, ആരാധനാ കർമ്മങ്ങളിലേക്ക് ധൃതിപ്പെട്ടു പോകണം. അള്ളാഹുവിന്റെ ആയത്ത് ഒരു ദിവസത്തിന്റെ പേര് അള്ളാഹു പരാമർശിക്കുകയാണ്. അത് ഖുർആൻ നന്മയുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുമ്പോൾ അത്രമാത്രം സവിശേഷതകൾ ഇതിനുണ്ട് എന്നതാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. പ്രവാചകൻ അതിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. ഇന്ന യൗമൽ ജുമുഅത്ത് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളിലെ സയ്യിദാണ് യൗമുൽ ജുമുഅ. ജഅലഹു അല്ലാഹു ഈദൻ ലിൽ മുസ്ലിമീൻ, യഥാർത്ഥ വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച എന്നത് ജീവിതത്തിൽ ഒരു ഈദാണ്, ഒരു ആഘോഷമാണ്. എന്താണ് ആഘോഷം? ഓരോ വെള്ളിയാഴ്ചയും വിശ്വാസികൾക്ക് ആഘോഷമാണ്. എന്താണ് ആഘോഷം? കുടുംബസമേതം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നതിന്റെ ഒരു ആഘോഷം. കുടുംബസമേതം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ഭവനത്തിൽ എത്തിച്ചേരുക എന്ന ആഘോഷം. അള്ളാഹുവിന്റെ കലാമുകൾ കേൾക്കുവാനുള്ള ഖുതുബ കേൾക്കുവാൻ ഒന്നിച്ചെത്തിച്ചേരുന്നതിന്റെ ആഘോഷം. അതിനുശേഷം പ്രാർത്ഥന, നിർഭരമായ മനസ്സുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ആവേശം, ഒന്നിച്ച് നമസ്കരിക്കുന്നതിന്റെയും ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെയും ദീന് കേട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന ആത്മാനുഭൂതിയുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഓരോ വെള്ളിയാഴ്ചയും എന്ന് പ്രവാചകനാണ് പഠിപ്പിക്കുന്നത്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ ആഘോഷം, ദുനിയാവിലെ വെള്ളിയാഴ്ചയുടെ ആഘോഷം അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, അതിനുവേണ്ടി തയ്യാറാകുന്ന ഒരാളുടെ, ഒരു കുടുംബത്തിന്റെ ആഘോഷം ഏതുവരെ നിലനിൽക്കുമെന്നറിയുമോ? സ്വർഗത്തിലെ വെള്ളിയാഴ്ച വരെ നിലനിൽക്കും. പ്രവാചകന്റെ വാക്ക്, ഇന്ന ഫിൽ ജന്നത്തി ലസൂഖൻ, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്. യഅ്തൂനഹാ കുല്ല ജുമുഅത്തിൻ, സ്വർഗവാസികളെല്ലാം വെള്ളിയാഴ്ച ദിവസം ആ അങ്ങാടിയിലും ഒരുമിച്ച് ചേരും. സ്വർഗത്തിലെ അങ്ങാടിയിൽ അവിടെയുള്ള സ്വർഗവാസികൾ ഒരുമിച്ച് ചേരും എന്ന് വെള്ളിയാഴ്ച. എന്നിട്ട് അല്ലാഹു അവർ ആ അങ്ങാടിയിലേക്ക് വരുന്ന സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ മനോഹരമായ ശരീരവും സുഗന്ധവും ആ വന്ന ആളുകൾക്ക് നൽകും. അവർ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ കുടുംബത്തിലുള്ള ആളുകൾ അവരോട് പറയും, നിങ്ങൾ പോയതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളവരായല്ലോ. തിരിച്ചു വരുന്ന നമ്മളും പറയും വീട്ടുകാരെ കുറിച്ച്, നിങ്ങളും ഞങ്ങൾ പോയതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളവരായല്ലോ. സഹോദരങ്ങളെ, ദുനിയാവിലെ ഓരോ വെള്ളിയാഴ്ചയെയും ജുമുഅയെയും അള്ളാഹുവിന് പ്രിയപ്പെട്ടതാക്കി ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾക്ക് സ്വർഗത്തിലും വെള്ളിയാഴ്ച ഒരുമിച്ച് ചേരാനും ആഘോഷിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറയുന്നത് വെള്ളിയാഴ്ചയുടെയും ജുമുഅയുടെയും ശ്രേഷ്ഠതകൾ നമ്മൾ ആവർത്തിച്ച് മനസ്സിലേക്ക് ആഴ്ന്നിറക്കണം. നമ്മുടെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി അള്ളാഹു ഈ ദിവസത്തെ പരാമർശിച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചു, മലക്കുകളെയെല്ലാം സൃഷ്ടിച്ചു. അവസാനമായി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനായ ആദ്യത്തെ നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ചയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അതേ ദിവസം തന്നെയാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹാ, അതേ ദിവസം തന്നെയാണ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. വഫീഹി തീബ അലൈഹി, അതേ ദിവസമാണ് അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിച്ചത്. വഫീഹി മാത്, അതേ ദിവസമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോയതും. സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തെ ആദ്യത്തെ നബിയാണ്, ആദ്യത്തെ മനുഷ്യനാണ്, നമ്മളുടെ മുഴുവൻ ഉപ്പയാണ്. ലോകത്തെ ഒന്നാമത്തെ സൃഷ്ടികളിൽ, മനുഷ്യ സൃഷ്ടികളിലെ ആദ്യത്തെ വ്യക്തിയാണ്.
ആ ആദ്യത്തെ വ്യക്തിയെ അള്ളാഹ് സൃഷ്ടിച്ചതും അദ്ദേഹത്തെ മരിപ്പിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരീക്ഷണത്തിൽ അള്ളാഹുവിനോട് അദ്ദേഹം റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പശ്ചാത്തപിച്ചതിന്റെ പശ്ചാത്താപം സ്വീകരിച്ചതും വെള്ളിയാഴ്ചയാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അതിന് അള്ളാഹുവിന്റെ പക്കലൊരു ഹിക്മത്ത് ഉണ്ടാകും. പക്ഷേ ഈ 5 കാര്യങ്ങൾക്കും നമ്മുടെ ഉപ്പയെ സൃഷ്ടിച്ചതിലും ഉപ്പയുമായി ബന്ധപ്പെട്ട മരണം വരെയുള്ള മുഴുവൻ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾക്കും വെള്ളിയാഴ്ച അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത് ഈ ദിവസത്തിന്റെ അങ്ങേയറ്റത്തും സവിശേഷതയും പവിത്രതയുമായി നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ വരാം. കാഴ്ചയിൽ, കേൾവിയിൽ, സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വന്ന് വിചാരിക്കാത്തതൊക്കെ പറഞ്ഞു. പലതും നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിനോട് പൊരുത്തപ്പെടിപ്പിക്കും. ചിലതൊക്കെ നമ്മൾ മറന്നുപോകും. ചിലതെല്ലാം നമ്മുടെ ഓർമ്മയിൽ പോലും കിട്ടുകയില്ല. ചിലതെല്ലാം നമ്മൾ വിചാരിക്കാതെ, നമ്മൾ അറിയാതെ തെറ്റുകൾ വന്നു പോകും. സഹോദരങ്ങളെ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരാഴ്ചയിലെ പാപങ്ങളെ മുഴുവനും, ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ദിവസമാണ് ഇന്ന് ഈ പള്ളിയിൽ കൂടിയ വെള്ളിയാഴ്ച. പ്രവാചകന്റെ വാക്കെന്തറിയുമോ? വിശ്വാസികളായ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം പ്രവാചകന്റെ വാക്ക്. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ, ഒരാൾ നന്നായി വുളൂ ചെയ്തു, സുമ്മ അതാ അൽ ജുമുഅ, എന്നിട്ട് ജുമുഅക്ക് വന്നു, നമ്മളെ പോലെ വസ്തമഅ വഅൻസത്, ശ്രദ്ധയോടുകൂടി ജുമുഅ ഖുത്ബ അയാൾ ശ്രദ്ധിച്ചു, ഗുഫിറ ലഹു മാ ബൈനൽ ജുമുഅത്തി ഇലാ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള മുഴുവൻ പാപങ്ങളും ആ ജുമുഅ തീരുന്നതോടുകൂടി അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി നമ്മൾക്ക് പറഞ്ഞു തന്നു, അൽ ജുമുഅത്തു ഇലാ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, മുക്കഫറാത്തുൻ മാ ബൈനഹുന്ന, ഓരോ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ വൻപാപങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കും. വസിയാദത്തു സലാസത്തി അയ്യാം, 3 ദിവസങ്ങൾ കൂടുതലായി അള്ളാഹു പുറത്തു തരും. അഥവാ ഒരു ജുമുഅക്കൊരാൾ വന്നാൽ 10 ദിവസത്തെ പാപങ്ങൾ അള്ളാഹു അയാളുടെ ജീവിതത്തിൽ പൊറുക്കും. ഒരു മാസം 4 ജുമുഅകളിൽ ഒരാൾ പങ്കെടുത്താൽ 40 ദിവസത്തെ പാപങ്ങൾ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലജിത്നബത്തിൽ കബായിർ, വൻപാപങ്ങളൊഴികെ. ഇവിടെ വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജുമുഅക്ക് പങ്കെടുക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അത്രയും സവിശേഷതയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ വിഷയത്തിലൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം, മനസ്സിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന്, ആ വീട്ടിലെ ഉപ്പ, ആ വീട്ടിലെ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങൾ 4 പേർ ഒന്നിച്ചു ജുമുഅക്ക് വന്നു. ഒരു ജുമുഅക്ക് വന്നു. നിങ്ങളുടെ മകൾ കൂടിയുണ്ട് എന്ന് വെക്ക്, 5 പേർ ജുമുഅക്ക് വന്നു, ഒരു ജുമുഅക്ക് വന്നു. അടുത്ത വെള്ളിയാഴ്ച ഉപ്പ വന്നു, ഇക്കാക്ക വന്നു, മകൻ വന്നു. നിങ്ങളും നിങ്ങളുടെ മകളും ചില കാരണങ്ങൾ കൊണ്ട് ജുമുഅക്ക് വന്നില്ല, അഥവാ പണി തീർന്നിട്ടില്ല, തോത്തിക്കഴിഞ്ഞിട്ടില്ല, ഭക്ഷണം പാകം ചെയ്ത് ഫുള്ളായിട്ടില്ല, ഇക്കാക്ക വണ്ടി കൊടുത്തയച്ചിട്ടില്ല. എങ്ങനെയാണ് മൗലവി 19 വയസ്സിൽ തന്നെ എനിക്ക് മുട്ടുവേദന തുടങ്ങി, ആൾക്കാരടിയിൽ എങ്ങനെയാ പള്ളിക്ക് ഞാൻ കസേരയിൽ ഇരിക്കുക, അതൊരു മാനക്കേടല്ലേ എന്ന ചെറിയ ചെറിയ വാക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ അടുത്ത ജുമുഅക്ക് വന്നില്ല. എന്താണ് സംഭവിക്കുക എന്നറിയുമോ? 2 ജുമുഅക്ക് വന്ന നിങ്ങളുടെ പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും 10 ദിവസത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. നിങ്ങളുടെ 10 ദിവസത്തെ പാപങ്ങൾ പെൻഡിങ്ങിലാണ്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ, ഇല്ല, നിങ്ങൾക്കും കുട്ടികൾക്കും യാത്രക്കാർക്കും നിർബന്ധമില്ല. പക്ഷേ അള്ളാഹു പാപമോചനം ഒരുക്കിയ ഈ മഹത്തരമായ ഈ ദിവസത്തിലേക്ക് 100 മീറ്ററും 200 മീറ്ററും അപ്പുറത്തുള്ള നമ്മൾക്ക് നടന്നാലോ വണ്ടിയിലോ വരാൻ സൗകര്യമുണ്ടായിട്ട് വന്നിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെ നമ്മൾ പെൻഡിങ്ങിലാക്കി വെക്കല്ലേ. അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഞങ്ങൾക്ക് സുന്നത്താണോ ഫർളാണോ എന്നല്ല, മറിച്ച് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, സാരിഉ, സഹോദരിമാരെ, മക്കളെയും കൊണ്ട്, അവനവന്റെ പേരക്കുട്ടികളെയും കൊണ്ട്, മരുമക്കളെയും കൊണ്ട് സാരിഉ, ധൃതിപ്പെട്ടു വന്നോളൂ. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, അള്ളാഹു പാപമോചനം വെച്ച സ്ഥലത്തേക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കും
നിങ്ങൾ ധൃതിപ്പെട്ടു വരണം. കാക്ക വണ്ടി കൊടുത്തയച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു 100 രൂപയുടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടെങ്കിലും വന്നോളൂ, അള്ളാ പാപം പുറത്തു തരാൻ. ഭർത്താക്കന്മാരെ, അവനവന്റെ ഭാര്യമാരെയും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, ഉപ്പമാരെ മരുമക്കളെയും ജുമഅക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സംവിധാനം ഒരുക്കണം, നിങ്ങൾ താല്പര്യപ്പെടണം. കാരണം ഓരോ ആഴ്ചയിലും പങ്കെടുക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ സംഭവിച്ച 10 ദിവസങ്ങളിലെ പാപങ്ങളാണ് അള്ളാഹു പുറത്തു നൽകുക. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, അതിന് നമ്മൾ തയ്യാറാകണം. സഹോദരിമാരുടെ പ്രത്യേകിച്ച് ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലെ മക്കളെയും നിങ്ങളുടെ വീട്ടിലെ മരുമക്കളെയും നിങ്ങൾ ജുമഅക്ക് ഈ പ്രാധാന്യം മനസ്സിലാക്കി എന്റെ വീട്ടിലെ ഒരാൾ പോലും പാപങ്ങളില്ലാതെ ഉണ്ടാകണം എന്ന താല്പര്യത്തിൽ നിങ്ങൾ കൂടെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടാകണം. സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനോട് അത്യന്തികം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ആ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, അള്ളാഹുവിനോട് പെട്ടെന്ന് ഉത്തരം ലഭിക്കുവാൻ എന്താണ് മാർഗം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെടുത്തി ഒരു സമയം, മനോഹരമായൊരു സമയം നമ്മൾക്ക് പറഞ്ഞു തന്നു. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ഇന്ന ഫിൽ ജുമഅത്തി സാഅ, ജുമഅക്ക് ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദു മുസ്ലിം യസ്അലുല്ലാഹ അസ്സ വജല്ല ഫീഹാ ഖൈർ ഇല്ലാ അഅ്താഹു ഇയ്യാ. ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചു. അള്ളാഹു അയാൾക്ക് നൽകുവാനുള്ള ഉദ്ദേശവും അയാളുടെ പ്രാർത്ഥനയും ഒന്നിച്ചു വന്നാൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അന്നു തന്നെ, ഞൊടിയുടെ തന്നെ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട് എന്ന് ഹദീസിലുണ്ട്, ജുമഅയിൽ ഒരു ദിവസമുണ്ട് എന്ന് ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏതാണ് ആ സമയം? നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന, അന്നു തന്നെ അനുകൂലമായി അള്ളാഹു പറഞ്ഞ പോലെ അത് നമ്മുടെ ഖൈറാണെങ്കിൽ ഉടനെ ഉത്തരം കിട്ടുന്ന ആ പ്രാർത്ഥനയുടെ സമയം ഏതാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിലേറ്റവും പ്രബലമായ 2 അഭിപ്രായം. ഒന്നാമത്തേത്, ഖതീബ് മിമ്പറിൽ കയറി ഇരുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ളതിന്റെ ഇടയിലുള്ള സമയം. ആ സമയത്ത് ഖതീബ് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥന, ഖതീബും നമ്മളും ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ നിസ്കാരത്ത് ചെല്ലുന്ന പ്രാർത്ഥന, അതിനുശേഷം അതിനിടയിൽ ഖുത്ബയ്ക്കിടയിൽ ഖതീബ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഖുത്ബയുടെ അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇതിനിടയിൽ ഖതീബ് ഇരിക്കുന്ന സമയത്ത് സദസ്സിലുള്ള ആളുകൾക്ക് ഹൃദയത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളെല്ലാം ഉൾപ്പെടുന്ന സമയമാണ് ജുമഅയുടെ പ്രാർത്ഥന, നിസ്കാരത്തിലെ പ്രാർത്ഥന, ഇടയിലിരുത്തത്തിനിടയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രാർത്ഥന, ഇരിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയെല്ലാം ഇതിലേതെങ്കിലും ഒരു സമയമാകാം. രണ്ടാമത്തേത്, ജുമഅയുടെ അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസൂഹാ ആഖിറ സഅത്തിൻ ബഅദൽ അസർ. അസറിന് ശേഷം മഗ്രിബിനിടയിലുള്ള സമയം. എന്നിട്ട് പ്രവാചകൻ കൈകൊണ്ട് അശാറ ബിയദിഹി യുഖല്ലിലുഹാ, കുറഞ്ഞ സമയം ഉണ്ടാകുള്ളൂ. ആ സമയത്ത് നമ്മുടെ തേട്ടം അള്ളാഹുവിന്റെ വിധിയുമായി വന്നാൽ ഉടനെ ഉത്തരം ലഭിക്കും. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ ജീവിതത്തിന്റെ ദാമ്പത്യം, സാമ്പത്തികം, രോഗത്തിൽ നിന്നുള്ള മോചനം, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ, കടം വീടാനുള്ള തേട്ടം, നമ്മുടെ മക്കളുടെ ജോലി, വിവാഹം, നമ്മുടെ ശാരീരികമായ ബലഹീനതകൾ പരിഹരിക്കാൻ ഒക്കെ നമുക്ക് തേടാനുണ്ട്. ആ തേട്ടം സഹോദരങ്ങളെ, ജുമഅക്ക് ഖതീബ് കയറി നമസ്കാരം കഴിയുന്നതിനിടയിലുള്ള സമയമാണെങ്കിൽ ആ പള്ളിയിൽ വന്നവർക്കാണ് ആ പ്രാർത്ഥന കിട്ടുക. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും പള്ളിയിലുണ്ട് എങ്കിൽ അവർക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുണ്ടാകും. നമ്മുടെ മക്കൾ പള്ളിയിലില്ലെങ്കിൽ, നമ്മുടെ മരുമക്കൾ പള്ളിയിലില്ലെങ്കിൽ, നമ്മുടെ പേരക്കുട്ടികൾ പള്ളിയിലില്ലെങ്കിൽ, ഉമ്മമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളോ ആൺകുട്ടികളോ പള്ളിയിലില്ലെങ്കിൽ, ഈ പറഞ്ഞ ഓരോ ജുമഅക്കും അല്ലാഹു നൽകുന്ന സവിശേഷമായ സമയത്ത് നിന്ന് നമ്മുടെ കുടുംബത്തിലെ 4 or 5 ആളുകൾ ഇല്ലാതെയാകും. നമ്മളാണ് തീരുമാനിക്കേണ്ടേ, നമ്മളാണ് കൊണ്ടുവരേണ്ടത്. ബോധപൂർവമാണ്. അതിന് വണ്ടിക്ക്, ഓട്ടോറിക്ഷക്ക് 200 രൂപ ഒരാഴ്ചയിൽ ചെലവഴിക്കാൻ വെച്ചെങ്കിൽ അതിന് അള്ളാഹുവിന്റെ പക്കൽ ഖൈറേ ഉണ്ടാകുള്ളൂ. 100 രൂപ മെനക്കെട്ടാൽ ഖൈറേ ഉണ്ടാകുള്ളൂ. ഭർത്താക്കന്മാരെ, ബാപ്പമാരെ,
നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തേ പറ്റൂ. ഉമ്മമാരെ, നമ്മുടെ വീട്ടിലെ പണി അതിനനുസരിച്ച് നമ്മൾ തീർക്കണം. 6 ദിവസവും ചെയ്യുന്ന അതേ ജോലിയാണ് വെള്ളിയാഴ്ചയും ചെയ്യാനുള്ളൂ. ഭക്ഷണം പാകം ചെയ്യാനും മുറ്റമടിക്കാനും വൃത്തിയാക്കാനും വെള്ളിയാഴ്ചയുടെ 12:30 മുതൽ 1:30 ഇടക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല. അതുവരെ ചെയ്ത ജോലിയെ ചെയ്യാനുള്ളൂ. ആ 1 മണിക്കൂർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറായി നിന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചവരിൽ നിന്ന് പെട്ടെന്ന് ഉത്തരമുണ്ടാകും. നമ്മുടെ ഓരോ ആഴ്ചയിലെയും 10 ദിവസത്തിലെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. കുടുംബത്തിൽ ചർച്ചയുണ്ടാകണം, ഒന്നിച്ചു വരണം. അതാണ് ദീൻ, അതാണ് മഹൽ, അതാണ് ഇസ്ലാമികമായ ജുമാ ഖുത്ബ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടിയില്ലേ? ഈ ഒരുമിച്ച് കൂടൽ എന്തിനാണ്? നമ്മൾക്ക് സ്വർഗം ലഭിക്കാനാണ്, അല്ലേ? ഉറപ്പായിട്ടും നമ്മൾക്ക് സ്വർഗം ലഭിക്കാനാണ്. നമ്മൾ അതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. ആ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്താണ്? അള്ളാഹുവേ, സ്വർഗം കിട്ടണം, ഇൻഷാ അല്ലാഹ് കിട്ടണം. എന്നാലും സ്വർഗം കിട്ടുമ്പോഴും പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ വലിയ ആഗ്രഹമാണ് കൂട്ടരെ. ജീവിതത്തിൽ നമ്മുടെ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നബിന്റെ കൂടെ ഇന്ന് വരെ ജീവിതത്തിൽ കാണാത്ത, എന്നാൽ നബി എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ആര് പറഞ്ഞിട്ടില്ലെങ്കിലും എഴുന്നേൽക്കുന്ന ലോകത്തെ കോടാനുകോടി മുസ്ലിമീങ്ങൾ, ആ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തണം. വെള്ളിയാഴ്ച അതിന് പരിഹാരമുണ്ട്. അല്ലാഹ് സമയം വെച്ചുകണ്. അള്ളാഹു നമ്മൾക്ക് സൗകര്യം നൽകിയിരിക്കണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? അഖ്തിറു അസ്സലാത്ത അലയ്യ യൗമൽ ജുമുഅ വലൈലത്തുൽ ജുമുഅ. വിശ്വാസികളെ, എല്ലാ സമയത്തും നിങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. പക്ഷെ വെള്ളിയാഴ്ച പകലും രാത്രിയും നിങ്ങൾ പ്രത്യേകമായി ബോധപൂർവം ചെല്ലണം. ബോധപൂർവം ചെല്ലണം. എന്തേ കാരണം? പ്രവാചകന്റെ വാക്ക് ഫഇന്ന സ്വലാത്ത ഉമ്മത്തി തുഅറദു അലയ്യ ഫീ കുല്ലി യൗമിൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ചയും ഖബറിൽ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്തതിന്റെ അറിയിപ്പ് എനിക്ക് ലഭിക്കും. ഇത്ര ആളുകൾ പ്രവാചകരെ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന അറിയിപ്പ് എനിക്ക് അല്ലാഹു അറിയിച്ചു തരും. അടുത്ത വാചകം എന്താ അറിയോ? ഫമൻ കാന അക്തറുഹും അലയ്യ സ്വലാത്തൻ. ആരാണോ ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിച്ചത്, കാന അഖ്റബുഹും മിന്നി മൻസില. അയാൾക്കായിരിക്കും സ്വർഗത്തിൽ എന്റെ സ്ഥാനത്തോട് ഏറ്റവും അടുത്തുണ്ടാവുക. തൗഹീദ് ഉണ്ടെങ്കിൽ, ആരാധനയുണ്ടെങ്കിൽ, നരകത്തിൽ പോകുന്ന വലിയ വൻപാപങ്ങളില്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ പ്രവാചകന്റെ പേരിൽ കൂടുതൽ സ്വയം അവനവന് സ്വലാത്ത് ചൊല്ലിയാൽ, അത് വർദ്ധിച്ചു ചൊല്ലിയാൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവാചകനോളം തൊട്ടടുത്ത് കാണുന്ന രൂപത്തിൽ നമ്മൾക്ക് എത്താൻ കഴിയും എന്ന് പ്രവാചകൻ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയായി പറഞ്ഞതാണ്. ഇത് നമ്മളും നമ്മുടെ കുടുംബവും ചർച്ച ചെയ്യണം. വ്യക്തിപരമായി മാറണം. ആവർത്തിച്ചു പറയണം. വ്യക്തിപരമായി ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഈ നിൽക്കുന്ന ദിവസത്തെക്കുറിച്ചാണ്, ഈ ഇരിക്കുന്ന പള്ളിയുടെ ദിവസത്തെക്കുറിച്ചാണ്. നമ്മളാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ബോധപൂർവം ഈ പറയുന്ന അമലുകൾ ചെയ്തേ പറ്റൂ. സഹോദരങ്ങളെ, പരലോകത്തെ വെള്ളിയാഴ്ച ദിവസം കൊണ്ട് ആദരിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വെള്ളിയാഴ്ച ദിവസം കൊണ്ട് ആദരിക്കപ്പെട്ടവർ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? പ്രവാചകന്റെ വാക്കെന്തറിയോ? നഹ്നു അൽ ആഖിറൂൻ. വിശ്വാസികളെ, നമ്മൾ അവസാനത്തെ സമുദായാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ മുഹമ്മദ് നബി വരെയുള്ള കോടാനുകോടി മനുഷ്യരിൽ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ അവസാനത്തെ വിഭാഗമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മൾ. പക്ഷേ അസ്സാബിഖൂന യൗമൽ ഖിയാമ, പക്ഷെ നമ്മളായിരിക്കും പരലോകത്ത് ആദ്യമായി അല്ലാഹു കൊണ്ടുവരിക. അവസാനത്തെ നമ്മളെ ആയിരിക്കും ആദ്യം കൊണ്ടുവരിക. സഹാബാക്കൾ നബിയോട് ചോദിച്ചു, നബിയെ, അതെന്തടിസ്ഥാനത്തിലാണ്? പ്രവാചകന്റെ വാക്കെന്തറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികൾക്ക് വേദഗ്രന്ഥം കൊടുത്തു. ثم هذا يومهم الذي فرض عليهم فاختلفوا فيه. ഇതേ വെള്ളിയാഴ്ച മുമ്പ് വേദഗ്രന്ഥം ലഭിച്ച ജൂത ക്രൈസ്തവർക്കും അല്ലാഹു ഇതേ വെള്ളിയാഴ്ചയാണ്
ശ്രേഷ്ഠ ദിവസമായി കൊടുത്തിരുന്നത്. ഫഖ്തലഫൂ ഫീഹ്, ആശയത്തിലും ആദർശത്തിലും പിഴച്ച പോലെ അവർ അള്ളാഹു പവിത്രമാക്കിയ ഈ വെള്ളിയാഴ്ചയിലും അവർ കൃത്രിമം കാണിച്ചു. ഫഹദാനല്ലാഹ്, അവസാനം മുഹമ്മദ് നബിയുടെ സമുദായമായ നമുക്ക് വെള്ളിയാഴ്ചയിലൂടെ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നൽകി, സൽപാന്താവ് നൽകി. ഫന്നാസു ലനാ ഫീഹി തബഉൻ, അതുകൊണ്ട് ബാക്കി രണ്ട് വിഭാഗവും നമ്മെ പിൻപറ്റിയാണ് അവസാന നാൾ വരെ ഉണ്ടാവുക. നമ്മെ പിൻപറ്റിയാണ്. എന്നിട്ട് നബി പറയാൻ അൽ യഹൂദു ഗദൻ, യഹൂദന്മാർ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. വന്നസ്വാറ ബഅദ ഗദിൻ, ക്രൈസ്തവർ അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ അന്ന് പറഞ്ഞതാണ്. എന്തെന്നറിയോ? ജൂതരായ ആളുകൾ അവരുടെ ആഘോഷ ദിവസം വെള്ളി കഴിഞ്ഞിട്ടൊന്നാമത്തെ ദിവസമായ ശനിയായിരിക്കും. ക്രൈസ്തവർ വെള്ളി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമായ ഞായറാഴ്ച ആയിരിക്കും. സഹോദരങ്ങളെ, ജീവിതത്തിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അവർക്ക് ആഘോഷങ്ങൾ ഇതുപോലെ ശനിക്ക് പകരം ഞായറിന് പകരം അവർ ആഘോഷമാക്കാത്തതിന് കാരണം പ്രവാചകന്റെ ഈ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാളെ പരലോകത്ത് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ സ്വീകരിച്ചതിന്റെ ഫലമായി അവരുടെ മുമ്പിൽ അവസാനത്തെ ആളുകളാണ് ഈ ദുനിയാവിൽ നമ്മളെങ്കിൽ, സ്വർഗത്തിലേക്കാണെങ്കിൽ, ഹൗദുൽ കൗസറിലേക്കാണെങ്കിൽ, വിചാരണയിലേക്കാണെങ്കിൽ, സിറാത്ത് പാലത്തിലേക്കാണെങ്കിൽ ആദ്യമായി എത്തിച്ചേരുന്നവർ നമ്മളായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിന്റെ സവിശേഷതയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട സവിശേഷതയാണ്. അവസാനിപ്പിക്കുന്നു. ഈ സവിശേഷതകളെ നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുവാൻ അള്ളാഹു വെച്ചൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിക്കുന്നവരും പാലിക്കാത്തവരും ഞാനടക്കമുള്ളവരിലുണ്ട്. അടുത്ത വെള്ളി മുതൽ, ഈ വെള്ളി മുതൽ നമ്മളത് പാലിച്ചു തുടങ്ങണം. ഈ വെള്ളി മുതൽ നമ്മളത് പാലിച്ചു തുടങ്ങണം. ഈ മുഴുവൻ ശ്രേഷ്ഠതകളും നമ്മൾക്ക് ലഭിക്കണം. ഈ മുഴുവൻ പുണ്യങ്ങളും നമ്മൾക്ക് ലഭിക്കണം. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകൾ വഴി ആദ്യമായി വിചാരണക്കെത്തുന്നവരിൽ നമ്മൾ ഉണ്ടാകണം. അതിന് പ്രവാചകന്റെ വാക്കെന്താ അറിയോ? അഫ്ളലു സ്വലാത്തി ഇൻദല്ലാഹ് സ്വലാത്തു സുബ്ഹി യൗമൽ ജുംഅത്തി ഫീ ജമാഅ. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയ ഒരാൾ അതിനുവേണ്ടി തയ്യാറായി എന്നതിന്റെ അടയാളം അയാൾ വെള്ളിയാഴ്ച സുബഹിക്ക് പള്ളിയിലുണ്ടാകും. ഇതെന്റെ വാക്കല്ല, പ്രവാചകന്റെ വാക്കാണ്. അഫ്ളലു സ്വലാത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം സ്വലാത്തു സുബ്ഹി യൗമൽ ജുംഅ, സുബഹിക്ക് വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് പള്ളിയിൽ വരലാണ്. ഫീ ജമാഅത്തി, ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടാകലാണ്. ഇതുവരെയുള്ളത് പോകട്ടെ, പക്ഷെ നമ്മൾ തീരുമാനിക്കണം, അള്ളാഹു ഒരാഴ്ചയിൽ ഇത്രയും സവിശേഷങ്ങൾ നൽകിയിട്ട് എനിക്ക് ആയുസ് തന്ന പടച്ചോൻ എന്നോട് വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ സുബഹിക്ക് കഴിവിന്റെ പരമാവധി ഉണ്ടാകണം. അതിൽ വെള്ളിയാഴ്ച നിർബന്ധമായും നിങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കണം. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നമസ്കാരത്തിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തലാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, വിശ്വാസികളെ, നമ്മളത് ഏറ്റെടുക്കണം. ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും കേട്ട് നമ്മൾ അത് ഏറ്റെടുക്കണം. ഈ വെള്ളിയാഴ്ച മുതൽ, നാളെ മുതൽ, ശനിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ, പിന്നീട് അങ്ങോട്ട് സുബഹിക്ക് നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം. എന്റെ ഉമ്മമാരോട് പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, പറ്റുന്നവർ സഹോദരിമാരെ, പറ്റുന്നവർ ഇക്കാക്കാന്റെ കൂടെ, ഉപ്പയുടെ കൂടെ പറ്റുന്നവർ വരുന്ന ഏതാനും സഹോദരിമാരും ഉമ്മമാരുമുണ്ട്. അതോടൊപ്പം പറയാൻ, ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങളും അതിന്റെ ഭാഗമായാൽ വീട്ടിലും കുടുംബത്തിലും മഹല്ലിലും അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകും. റമളാനിനെ സ്വീകരിച്ച പോലെ വെള്ളിയാഴ്ചയെയും ആത്മാഭിമാനത്തോടെ പുണ്യത്തോടുകൂടി സ്വീകരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് വെള്ളിയാഴ്ചയുടെ സവിശേഷതകളാണ്. ഒരു ചെറിയ ഭാഗം, ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ അതിന്റെ ആദാബുകളും ചില കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട്. ഇത്രയും സവിശേഷതയാർന്ന ഒരു ദിവസത്തെ നമ്മൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. സ്വാഭാവികമായി സഹാബാക്കൾക്കും നമ്മൾക്കൊക്കെ ഒരു ആവേശമല്ലേ
സന്തോഷമല്ലേ വെള്ളിയാഴ്ച വരുമ്പോൾ ഉണ്ടാകേണ്ടത്? നമ്മൾ പറഞ്ഞതൊരു ആഘോഷമാണ്, ആഘോഷം ഉണ്ടാണ് ഇബാദത്തുകൾ കൊണ്ട്. പക്ഷേ സഹാബാക്കൾക്ക് വെള്ളിയാഴ്ചയാവുക എന്നത് ഭയമായിരുന്നു. ഈ വാചകം നമ്മൾ ശരിക്ക് കേൾക്കാനായിട്ട് പറഞ്ഞു. ഇത്രയും പുണ്യമുള്ള വെള്ളിയാഴ്ച വരുക എന്നുള്ളത് സഹാബാക്കൾക്ക് ഭയമായിരുന്നു. സത്യവിശ്വാസികൾക്കും അതേ ഭയം ഉണ്ടാകുന്ന നബി പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും സഹോദരങ്ങളെ? എന്തുകൊണ്ടറിയോ? പ്രവാചകൻ പറഞ്ഞു, വഫീഹി തഖൂമു സ്സാഅ, വെള്ളിയാഴ്ചയായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക. അന്ത്യനാൾ അള്ളാഹു നിശ്ചയിച്ചത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയായിരിക്കും. ഇവിടെ പ്രവാചകന്റെ വാക്കെന്തറിയോ? മാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ യൗമുൽ ജുമുഅ. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും വെള്ളിയാഴ്ചയാകുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാകും. ഹീന തുസ്ബിഹു ഹത്താ തത്ലുഉ ശംസ്, സുബഹി മുതൽ സൂര്യൻ അസ്തമിക്കണ വരെ. കാരണം എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫീഹി സാഅ തഖൂമു സാഅ, അന്ത്യനാൾ ആ ദിവസത്തിലായിരിക്കും. ഇല്ലൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും മാത്രമേ ഈ പേടി വരാത്തതുള്ളൂ. ഈ പറഞ്ഞത് കൂട്ടിപ്പറയട്ടോ. വെള്ളിയാഴ്ച നമ്മൾക്ക് ഇത്രയും സവിശേഷതകൾ പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തിലാണ് അന്ത്യനാൾ ഉണ്ടാകുക. നമ്മൾ തീരുമാനിക്കേണ്ട എന്താ രസങ്ങളെ? ഞാൻ ഉമ്മമാരോടും സഹോദരിമാരോടും വിവാഹം കഴിഞ്ഞ് നമ്മുടെ മഹലിലേക്ക് വന്നവരോടും ചെറിയ വിദ്യാർത്ഥികളോടും യുവാക്കളോടൊക്കെ പറയാം, നമ്മളെ തീരുമാനം എന്താണ്ട് അറിയും? നമ്മൾ ജീവിച്ചിരിക്കെയാണ് അന്ത്യനാൾ സംഭവിക്കണതെങ്കിൽ 2 ചോയ്സാണ് നമുക്കുള്ളത്. 2 ചോയ്സ്. ഒന്ന്, ഉമ്മമാരെ, അവനവന്റെ വീട്ടിൽ അടുക്കളയിൽ അന്ത്യനാൾ സംഭവിച്ചുകൊണ്ടിരിക്കെ മുകളിലുള്ള സ്ലാബ് പൊട്ടി ആ വീട്ടിൽ നിന്ന് ഇല്ലാതാവുകയാണോ? നമ്മുടെ വീട് തകർന്ന് ആ വീട്ടിൽ ജുമഅക്ക് വരാത്ത, കഴിവുണ്ടായിട്ടും എത്താത്ത ആളുകൾ ആ വീട്ടിൽ അന്ത്യനാളിന്റെ അന്ന് ഇല്ലാതെയാവുകയാണോ വേണ്ടത്? അല്ല. ആ ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ അള്ളാഹു പറഞ്ഞ ഖുത്ബ കേട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് അള്ള പറഞ്ഞ ഖുർആൻ ഓതി പാപങ്ങൾ പുറത്തു കിട്ടി ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യനായി സലാത്ത് ചൊല്ലി പ്രവാചകനോടടുത്ത് അതിനിടയിൽ നമ്മൾ അന്ത്യനാളിന്റെ ഭാഗമായി ഈ ലോകത്തുനിന്ന് പുഞ്ചിരിച്ചു പോകണോ എന്നത് ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യണം. എന്റെ ഭാര്യനോട് ഞാൻ പറയണം, ഫാത്തിമ, മൈമൂന, 2 ഓപ്ഷനാ ഉണ്ടാകട്ടോ. ഒന്നുകിൽ അടുക്കളയിൽ നിന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് അന്ത്യനാളിന്റെ കൂടെ പോകും, അല്ലെങ്കിൽ പള്ളിക്കുന്ന എല്ലാ തൗബയും ചെയ്ത് ഖുത്ബയും കേട്ട് അവനവന്റെ ഹൃദയം അള്ളാഹുവിനോട് സമർപ്പിച്ച് അള്ളാഹുവെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി നോക്കണമേ എന്ന് പറഞ്ഞ് അവസാനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളിയാഴ്ചയുടെ മുഴുവൻ പുണ്യങ്ങൾ കരസ്ഥമാക്കി ദുനിയാവെന്ന് പോകാം. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ തീരുമാനിക്കണം. അപ്പോ നമുക്ക് വണ്ടിക്കൂലില്ലെങ്കിലും നടന്നു വരും. അപ്പോ ഇക്കാക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വരും. അപ്പോൾ വിദ്യാർത്ഥികളെ, ശബ്ദമില്ലാതെ നമ്മൾ ഈ ജുമുഅ ഖുത്ബ കേൾക്കും, ശബ്ദമില്ലാതെ കേൾക്കും. നമ്മളതിനു വേണ്ടി റെഡിയാകണം. ഓരോ വെള്ളിയാഴ്ച നമുക്കുള്ള സമ്മാനമാണ്. ഏത് സമ്മാനം അറിയോ? സ്വർഗത്തിൽ ജുമുഅക്കൊരുമിച്ച് കൂടാൻ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കൂടെ, നടുവിൽ മുഹമ്മദ് നബിയുടെ കൂടെ, നമ്മൾ ഇന്ന് വരെ കാണാത്ത ഹൃദയത്തിൽ നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ സഹാബാക്കളുടെയും നബിമാരുടെയും കൂടെ വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്കുള്ള ഓരോ തയ്യാറെടുപ്പാണ് വെള്ളിയാഴ്ച. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ആളുകൾ, ചെറുപ്പത്തിൽ നോക്കിയ ആളുകൾ, നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ട് നാഥ. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, നീ ഞങ്ങൾക്കതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ഹലാലായ
ജീവിത വരുമാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അന്ത്യനാൾ സംഭവിക്കുകയാണ് എങ്കിൽ വെള്ളിയാഴ്ചയുടെ മുഴുവൻ പവിത്രതയും ജീവിതത്തിൽ ഏറ്റുവാങ്ങി നിനക്കേറ്റവും ഇഷ്ടപ്പെട്ടവനായി പ്രവാചകന്റെ ഏറ്റവും അടുത്ത സ്വർഗത്തിലെത്തുന്ന നല്ല വിശ്വാസികളിൽ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീടുകളിലും ആശുപത്രികളിലും രോഗമായ ഒരുപാട് ആളുകളുണ്ട്. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. വിവാഹത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും നന്നായി വിജയിക്കുവാനും ഹലാലായ മാർഗത്തിൽ അവർക്ക് സമ്പാദ്യങ്ങളിലേക്ക് എത്തുവാനും നാഥാ നീ അവർക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഇല്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا